എന്താ ഇവിടെ ഇത്ര ആൾക്കൂട്ടം? ഒന്ന് നോക്കാമെന്ന് കരുതി. നോക്കിയപ്പോൾ ഇതല്ലേ സംഭവം. ഈ ഒരു ഫുൾ സെറ്റ് വെറും 200 രൂപ. എങ്ങനെയുണ്ട്? ആന്റിക്കിന്റെ നെക്ലേസും ജിംകയാണ്. ഇന്ന് ഞാൻ തെരുവിനകത്ത് വന്നപ്പോൾ കണ്ട ഒരു പുതിയ ഷോപ്പാണ്. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്കായി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. കാര്യം അത്രയും റേറ്റ് കുറച്ച് ബാംഗിൾസ്, നെക്ലേസ്, ചോക്കർ, ജിംക അങ്ങനെ ഒരുപാടുണ്ട്. ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ആയിപ്പോയി എനിക്ക്. നോക്കിയേ, ഈ കാണുന്ന നെക്ലേസുകളെല്ലാം 300 മാത്രമേ ഉള്ളൂ. റെൻറ്റിന് പോലും ചോക്കറോ ബാംഗിൾസോ നെക്ലേസോ മേടിക്കാൻ പോയാൽ നല്ല റേറ്റ് ആവും കേട്ടോ. എന്താ ഈ 2 ലക്ഷ്മി ബാംഗിൾസ് കണ്ടോ, ഈ പെയറിന് വരുന്നത് 350 ആണ്. അതുപോലെ തന്നെ ഈ ബാംഗിൾസ് കണ്ടോ, ഇത് 4 എണ്ണം 200 രൂപയേ ഉള്ളൂ. ഈ 4 ബാംഗിൾസ് വെറും 200 രൂപ. ഓണമൊക്കെ വരെയല്ലേ എല്ലാവരും മാലയും വളയും കമ്മലൊക്കെ മേടിക്കാൻ വേണ്ടി ഓടി നടക്കുകയാണല്ലേ. അപ്പോൾ തെരുവിനകത്ത് സെറ്റ് സാരിയൊക്കെ നോക്കി വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഷോപ്പ് കൂടെ ഉണ്ട് ഇവിടെ. SP രാമചന്ദ്ര ഹാൻഡ്ലൂമിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചേച്ചി ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നാണ് കേട്ടോ ഈ പ്രോഡക്റ്റ്സ് എല്ലാം ഇവിടെ വന്നിട്ടുള്ളത്. 200 രൂപ മുതൽ നെക്ലേസുകൾ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. ഓൺലൈനിനേക്കാളും പ്രൈസ് കുറവിലാണ് ഇവിടെ നിന്ന് നമുക്ക് ആൻറ്റിക് കളക്ഷൻ കിട്ടുക. എല്ലാം പ്രീമിയം ക്വാളിറ്റിയാണ്. 500 മാത്രമേ ഉള്ളൂ. നോക്കി, ഈ കാണുന്ന ഒരു ഫുൾ സെറ്റ് കണ്ടോ, ഒരു ലോങ് നെക്ലേസ് ഉണ്ട്, പിന്നെ ഒരു ചെറിയൊരു ചോക്കറുണ്ട്, പിന്നെ ജിംക ഉണ്ട്. ഈ ഒരു ഫുൾ സെറ്റിന് വില വരുന്നത് വെറും 950-ക്കാണ്. എങ്ങനെയുണ്ട്? 200 മുതൽ 1200 വരെ ഇവിടെ നെക്ലേസുകളുണ്ട്. നല്ല സിമ്പിളായിട്ട് എലഗൻ്റ് ആയിട്ടുള്ള ഒരു നെക്ലേസാണ്. ഇതിൻ്റെ വില എത്ര വരും? 275 മാത്രമേ ഉള്ളൂ കേട്ടോ. ബാലരാമപുരം ഒറ്റത്തെരുവിനകത്ത് SPR രാമചന്ദ്ര ഹാൻഡ്ലൂംസിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ആന്റിക് കളക്ഷന്റെ ഒരു ഷോപ്പ് വന്നിട്ടുള്ളത്. നഗാസിന്റെ ഡിസൈനിൽ വരുന്ന മാലകളും നെക്ലേസുകളും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. എല്ലാത്തിനും അഫോർഡബിൾ റേറ്റ് ആണ്. എൻ്റെ ഫേവറേറ്റ് ആണ് ഇതെല്ലാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇത് കണ്ടിട്ട് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിപ്പോയി കേട്ടോ. എന്തായാലും ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നെക്ലേസ് ഞാൻ സെലക്ട് ചെയ്തു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ മാലയ്ക്ക് റെൻറ്റിന് ഏകദേശം എനിക്ക് തോന്നുന്നു 100-300 രൂപ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു 150 രൂപയും കൂടെ എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്വന്തമായിട്ട് എത്ര നാൾ വേണം ഉപയോഗിക്കാം കേട്ടോ. ഇനി ഡെയിലി ഓരോ വെറൈറ്റി കടകൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്ത് കാണിക്കും. ഇന്നത്തെ തെരുവിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. കുറച്ചുകൂടെ ഷോപ്പുകൾ വന്നിട്ടുണ്ട്, ഞങ്ങൾ അതെല്ലാം കാണിച്ചു തരാം കേട്ടോ. കസവ് സാരികൾക്ക് മാത്രമല്ല, മാലയ്ക്ക്, വളയ്ക്ക്, പിന്നെ ഷർട്ട് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന കട വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ബാലരാമപുരം ഒറ്റത്തെരുവിലെ രാത്രിയുള്ള കാഴ്ചകളാണ് കേട്ടോ. കുറച്ച് കടകളൂടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ഇനി പോകെ നല്ല തിരക്കായിരിക്കും. ഓരോ ദിവസവും ഓരോ കടകൾ ഇങ്ങനെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വെറൈറ്റികൾ, ഓരോ വർഷം പുതിയ വെറൈറ്റിയിൽ എന്ത് കൊണ്ടുവരാമെന്ന് വെച്ചുകൊണ്ടാണ്. ഇതൊരു വടംവലി വരെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. മാവേലി മുതൽ വടംവലി വരെ ഉള്ള ഷർട്ടുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട്. ഇതിൻ്റെ റേറ്റ് എന്തായിട്ടാണ് വരുന്നത്? നല്ല കോട്ടൺ മെറ്റീരിയലിൽ ഡിസൈൻ ചെയ്തെടുത്ത ഷർട്ടുകളാണ്. കുട്ടികൾക്കൊക്കെ ഓണപ്പരിപാടിക്കൊക്കെ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ ഗ്രൂപ്പായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ഷർട്ടുകളുണ്ട് ഇവിടെ. ഇതൊക്കെ 400 രൂപ റേഞ്ചിൽ വരുന്ന സാധനങ്ങളാണ് കേട്ടോ. കുട്ടികൾക്ക് മാച്ചായിട്ട് ഇടാൻ പറ്റിയ 400 രൂപ റേഞ്ചിൽ വരുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ 400 രൂപയുള്ളൂ കേട്ടോ. 2 പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ചെറുതും വലുതാണെങ്കിൽ ഇട്ട് കൊടുക്കുക. 400 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി മെറ്റീരിയൽ, അടിപൊളി സാധനമാണ് കേട്ടോ. 6 ഷർട്ടുകൾ 999 രൂപ മാത്രമേ ഉള്ളൂ. 1000 രൂപ പോലും നിങ്ങൾ തികച്ചു കൊടുക്കണ്ട. പിന്നെ 100 രൂപയ്ക്കാണ് ഈ സാധനങ്ങളൊക്കെ വാരിയിട്ടിരിക്കുന്നുണ്ട്. കൊച്ചു കുട്ടികളുടെ പാവാടയൊക്കെ നോക്കി, പാവാടയും ബ്ലൗസും നോക്കി 100 രൂപയുള്ളൂ. ഇതൊക്കെ നല്ല, ഇത് സ്റ്റിച്ചിങ് ചാർജിന് എത്ര രൂപയാണെന്ന് പറയാം. നല്ല രീതിക്ക് അമ്പർല പോലെ നോക്കി, അമ്പർല പോലെയൊക്കെ തയ്ച്ചിട്ടിരിക്കുന്നതാണ് കണ്ട. ഇതൊക്കെ 100 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ തെരുവിനകത്ത് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു നാരങ്ങ വെള്ളം കുടിക്കുന്ന ഒരു കടയുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു തെരുവിൻ്റെ ഒരു ഭംഗി എടുത്തു പറയുന്നതൊക്കെ പോലെ തന്നെ ഇതും അതിൽ പെടും. തെരുവിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഈ ക്ഷേത്രം എന്നത്. ഇതുപോലെ അപ്പുറത്തൊരു ക്ഷേത്രം കൊണ്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിസരമൊക്കെ നല്ല പ്രകാശപൂരിതമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ. ഓരോ ദിവസവും കടകൾ ഇങ്ങനെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ കടകൾ വെക്കാൻ സ്ഥലമില്ലാതാകും, വാഹനങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാതാവുന്ന അവസ്ഥയിലോട്ടൊക്കെ വരും. അപ്പോൾ എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എല്ലാവരും നടക്കും, സാധനങ്ങൾ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.